ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ് ഹൈക്കോടതി. ബുക്കിംഗ് തീയതിയും ടൈം സ്ലോട്ടും മാറി വരുന്നവരെ അനുവദിക്കില്ല. ശരിയായ ബുക്കിംഗ് കൂപ്പൺ ഉള്ളവരെ മാത്രം പമ്പയിൽ നിന്ന് മുകളിലേക്ക് വിട്ടാൽ മതിയെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബുക്കിംഗ് കൂപ്പണുകളിൽ ക്രമക്കേട് നടത്തുന്നത് കുറ്റകരമാണെന്നും കോടതി വ്യക്തമാക്കുന്നു. ബിനിലുണ്ട്. ബിനിൽ, ഇതുൾപ്പെടെ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന്, ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്ത് വരുന്നത്? രതീഷ്, വളരെ പ്രധാനപ്പെട്ട ചില നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ ശബരിമലയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയന്ത്രണങ്ങളിലേക്ക് ഹൈക്കോടതിയെ നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് പല ദിവസങ്ങളിൽ എടുത്ത ബുക്കിംഗ് കൂപ്പണുകളുമായി നിരവധി പേരെത്തി. അക്കാര്യം സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ ഏതാണ്ട് 87,000-ലധികം ആളുകളാണ് ശബരിമല സന്നിധാനത്തെത്തിയത്. അക്കൂട്ടത്തിൽ തന്നെ മറ്റ് തീയതികളിൽ ബുക്കിംഗ് എടുത്ത ആളുകൾ നിരവധിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ ഒരു പ്രത്യാഘാതം അവർ കോടതിയെ അറിയിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ശക്തമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ബുക്കിംഗ് തീയതിയും സ്ലോട്ടും മാറി വരുന്നവരെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറ്റിവിടേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കർശനമായി ഇത് നടപ്പാക്കാനാണ് ഇപ്പോൾ ചീഫ് പോലീസ് കോർഡിനേറ്റർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഓരോ ടൈം സ്ലോട്ടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളത്. ആ വെർച്വൽ ക്യൂ ബുക്കിങ്ങിനൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗും അനുവദിക്കുന്നുണ്ട്. നിയന്ത്രിതമായ അളവിൽ സ്പോട്ട് ബുക്കിംഗും അനുവദിക്കുന്നുണ്ട്. ആ ബുക്കിംഗുമായി കൃത്യമായും ആ ബുക്കിംഗ് കൂപ്പണുമായി എത്തിയ ആ ബുക്കിംഗ് കൂപ്പൺ സ്കാൻ ചെയ്ത് അതിൽ QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നോക്കി ആണ് ആ അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ബാച്ചായിട്ട് ആളുകളെ കയറ്റിവിടുമ്പോഴാണ് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഇവിടെ എല്ലാ നിയന്ത്രണങ്ങളെയും തെറ്റിച്ചു വരുന്നത് കൃത്യമായ ബുക്കിംഗ് ഇല്ലാതെ മറ്റേതെങ്കിലും ദിവസത്തെ ബുക്കിംഗ് കൂപ്പണുകളുമായി സന്നിധാനത്തേക്ക് എത്തുന്നവരാണ്. അവരെ ഈ ബുക്കിംഗ് കൂപ്പണുമായി എത്തിക്കഴിഞ്ഞാൽ അവരെ കടത്തിവിടാതെ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഇതുവരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി അത് വേണ്ട, കർശനമായി അത് തടയാനാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂപ്പണുകളിൽ ക്രമക്കേട് നടത്തുന്നത് കുറ്റകരമാണ് എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ശബരിമല വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ, അതേക്കുറിച്ച് കൂടുതൽ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടാവുകയാണല്ലോ. രതീഷ്, അക്കാര്യത്തിൽ പല സംശയങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശബരിമല സന്നിധാനത്തെ ആദ്യ 3 ദിവസത്തുണ്ടായ വലിയ തിരക്ക് അത് അഭൂതപൂർവമായ തിരക്കായിരുന്നു. അതിൽ ചില സംശയങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പിന്നീട് ചില നിയന്ത്രണങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ മറ്റ് തീയതികളിലെ കൂപ്പണുകളുമായി ആളുകൾ വരുന്നു. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് ഭാവിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തടസ്സമായി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ എല്ലാ മാധ്യമങ്ങൾ വഴിയും കൃത്യമായ പരസ്യം നൽകാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് കൃത്യമായ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ സന്നിധാനത്തേക്ക് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബുക്കിംഗ് ഇല്ല എങ്കിൽ സ്പോട്ട് ബുക്കിംഗ് എടുത്ത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ആളുകളെ കടത്തിവിടാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. ഈ വെർച്വൽ ക്യൂ നമ്മൾ ബുക്ക് ചെയ്താലും അതിന്റെ കൂപ്പണുമായി എത്തുമ്പോൾ ആ കൂപ്പൺ എന്തെങ്കിലും തകരാറുകളൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീഡ് ചെയ്യാതെ വരാം, അല്ലെങ്കിൽ അതെന്തെങ്കിലും നനഞ്ഞു പോകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിങ്ങിന് ഉപയോഗിച്ച സമയത്ത് ID കാർഡ് നൽകണം. അതായത് ഈ വിർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുമ്പോൾ ഓരോരുത്തർക്കും ID പ്രൂഫ് നൽകേണ്ടതുണ്ട്. ആ ID പ്രൂഫ് പരിശോധിച്ച് അവരെ കൃത്യമായി മുകളിലേക്ക് കയറ്റിവിടുകയും ചെയ്യും. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ കൂപ്പണുകളുടെ കാര്യത്തിൽ ക്രമക്കേട് നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമായി മാറുകയും ചെയ്യും. ആ രീതിയിലാണ് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിർച്വൽ ക്യൂ ബുക്കിംഗ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മൊബൈൽ നമ്പർ കൂടി നൽകേണ്ടതുണ്ട്. ആ മൊബൈൽ നമ്പറുകളിലേക്ക് SMS നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൂപ്പണിലെ ടൈം സ്ലോട്ടും അതോടൊപ്പം തന്നെ തീയതിയും കൃത്യമായും പാലിക്കണം, അതേ സമയത്ത് തന്നെ വരണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് SMS നൽകാനും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് പുതിയ ദേവസ്വം ഭരണസമിതി, ദേവസ്വം ബോർഡിന്റെ നിലപാട് ഈ ഒരേ എപ്പോഴാണ് സ്ലോട്ട് ആ സ്ലോട്ടിൽ തന്നെ വരണം, തിരക്ക് അനുസരിച്ച് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക. അക്കാര്യങ്ങളൊക്കെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ കർശനമായ നടപടികൾ എടുക്കാം എന്നുകൂടി കോടതി ഈ നിർദ്ദേശത്തിലൂടെ വ്യക്തമാക്കുകയാണല്ലേ. അത് പോലീസിനും വലിയ ആശ്വാസമാകില്ലേ? തീർച്ചയായും പോലീസിനും ദേവസ്വം ബോർഡിനും ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കൃത്യമായൊരു നിർദ്ദേശം വരേണ്ടത് കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. കോടതി അത് അംഗീകരിച്ച് ഒരു ഉത്തരവായി വന്നു കഴിഞ്ഞാൽ ആ ഉത്തരവ് നടപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ പോലീസിനും
അത് ഏറ്റവും സുഖകരമായി മാറും. അതുകൊണ്ടാണ് അവർ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും കോടതി തന്നെ ഒരു ഉത്തരവ് നൽകുകയും ചെയ്തിരിക്കുന്ന ഇക്കാര്യത്തിൽ. അതായത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കണമെന്നത് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് മുൻകാലങ്ങളിലൊക്കെ പലതും നടന്നിട്ടുണ്ടാകും. പക്ഷേ ഈ വലിയ തിരക്കിലേക്ക് വന്നാൽ അവിടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അത് ഇല്ലാതെ ആകുക, അത്തരത്തിലൊരു അപകടങ്ങളിലേക്ക് പോകാതിരിക്കുക, അതിനുവേണ്ടി എല്ലാ മുൻകരുതലുകളും ഉറപ്പാക്കുക എന്നതാണ് ഹൈക്കോടതിയും ഇപ്പോൾ സർക്കാരും ഒക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തിരക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിയന്ത്രണങ്ങൾ അനിവാര്യമായി വരുന്നതാണ്, അനിവാര്യമായി വരുന്ന നിയന്ത്രണങ്ങളാണ്.